Module 5 Types of Insurance. Insurance companies have designed insurance policies of numerous types based on market needs. Though there are various types of policies, insurance policies can be broadly classified into life insurance and non-life insurance. നമുക്കറിയാം ഇൻഷുറൻസ് പോളിസീസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഷുറൻസ് പോളിസീസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതിൽ ബേസിക്കായിട്ട് 2 ടൈപ്സ് ഓഫ് ഇൻഷുറൻസ് പോളിസീസ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ ലൈഫ് ഇൻഷുറൻസ് ആൻഡ് സെക്കൻഡ് വൺ ഇസ് നോൺ ലൈഫ് ഇൻഷുറൻസ്. ലൈഫ് ഇൻഷുറൻസ് എന്താണെന്ന് നോക്കാം. Risk of death due to natural and unnatural reasons are covered under life insurance policy. ഒരു പേഴ്സണ് നാച്ചുറലായിട്ടോ അൺനാച്ചുറലായിട്ടോ ഉണ്ടാകുന്ന ഡെത്തിലൂടെയുള്ള റിസ്കിനെ കവർ ചെയ്യാനായിട്ടാണ് ലൈഫ് ഇൻഷുറൻസ് പോളിസീസ് യൂസ് ചെയ്യുന്നത്. ലൈഫ് ഇൻഷുറൻസ് പോളിസി ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3 ടൈപ്പ് ഓഫ് ബേസിക് ലൈഫ് ഇൻഷുറൻസ് പോളിസീസ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ ടേം ഇൻഷുറൻസ്, സെക്കൻഡ് വൺ ഹോൾ ലൈഫ് ഇൻഷുറൻസ്, തേർഡ് വൺ ഇസ് എൻഡോമെൻറ്റ് ഇൻഷുറൻസ്. There are many types of life insurance policy offered by various life insurance companies, which are basically variants of above mentioned type of life insurance policies. അപ്പോൾ പലതരത്തിലുള്ള ലൈഫ് ഇൻഷുറൻസ് പോളിസീസ് ഉണ്ട്. പക്ഷേ ബേസിക്കായിട്ട് 3 ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് പോളിസീസ് ആണ് ഉള്ളത്. ഇതിൻ്റെ കീഴിലാണ് ബാക്കി ലൈഫ് ഇൻഷുറൻസ് പോളിസീസ് വരുന്നത്. ഫസ്റ്റ് വൺ ഇസ് ടേം ഇൻഷുറൻസ്. ടേം ഇൻഷുറൻസ് ഇസ് ഇൻഷുറൻസ് ടേക്കൺ ഫോർ എ പെർട്ടിക്കുലർ പീരിയഡ്. നമുക്കറിയാം ടേം ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു പെർട്ടിക്കുലർ ടേമിലേക്കുള്ള ഇൻഷുറൻസ് പോളിസിയാണ് ടേം ഇൻഷുറൻസ് പോളിസി. ടേം ഇൻഷുറൻസ് പ്രൊവൈഡ്സ് ടെമ്പററി പ്രൊട്ടക്ഷൻ ഓഫ് 1, 5 or 10 years. 1 വർഷം, 5 വർഷം അല്ലെങ്കിൽ 10 വർഷങ്ങളിലേക്കുള്ള ലൈഫ് ഇൻഷുറൻസ് പോളിസിയാണ് ടേം ഇൻഷുറൻസ് പോളിസി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് ഒരു പേഴ്സൻ്റെ ഹോൾ ലൈഫിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല. ഈ പറയുന്ന 10 വർഷം വരെ ഉള്ള പ്രൊട്ടക്ഷനെ ടേം ഇൻഷുറൻസ് പോളിസി പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. സോ ഇറ്റ്സ് എ ടെമ്പററി പ്രൊട്ടക്ഷൻ പോളിസി. If the insured dies during the term of insurance policy, the claim is paid. If the insured does not die, then no claim is paid. ഈ ഇൻഷുറൻസിൽ പറഞ്ഞിട്ടുള്ള ആ മെച്യൂരിറ്റി പീരിയഡിനുള്ളിൽ ഇൻഷുർഡിന് ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ മാത്രമേ ആ ഇൻഷുറൻസ് പോളിസി ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ. അല്ലാത്ത പക്ഷം ആ ഇൻഷുറൻസ് പോളിസി ക്ലെയിം ചെയ്യാൻ പറ്റുന്നതല്ല. Most term insurance policies are renewable for additional period. ടെമ്പററി ഇൻഷുറൻസ് പോളിസി ആയതുകൊണ്ട് തന്നെ ഈ ടേമിനുള്ളിൽ ഇൻഷുർഡിന് ഡെത്ത് സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് പോളിസി റിന്യൂ ചെയ്യാവുന്നതാണ്. The premium has increased at each renewal and is based on the age of the insured. ഇൻഷുറൻസ് റിന്യൂ ചെയ്യുന്നതിനൊപ്പം തന്നെ ഇൻഷുറൻസ് പ്രീമിയവും ഇൻക്രീസ് ചെയ്യുന്നതാണ്. ഇൻഷുറൻസ് പ്രീമിയം പേയബിളിൽ ഉണ്ടാകുന്ന ഇൻക്രീസ് ഇസ് ഓൺ ദ ബേസിസ് ഓഫ് ദ ഏജ് ഓഫ് ദി ഇൻഷുർഡ്. ഇൻഷുർഡിൻ്റെ ഏജിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇൻഷുറൻസ് പ്രീമിയസിൽ ഇൻക്രീസ് സംഭവിക്കുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ഹോൾ ലൈഫ് ഇൻഷുറൻസ്. Whole life insurance is a cash value policy that provides lifetime protection by paying a lump sum death benefit. ഇതിൻ്റെ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നതാണ് ഹോൾ ലൈഫ് ഇൻഷുറൻസ് പോളിസി എന്നത് ഒരു പേഴ്സൻ്റെ ഹോൾ ലൈഫിലേക്കുള്ള പ്രൊട്ടക്ഷനാണ്. It differs from term insurance in the sense that whole life insurance has a savings component which earnings accruing referred to as cash value. ഇവിടെ ടേം ലൈഫ് ഇൻഷുറൻസും ഹോൾ ലൈഫ് ഇൻഷുറൻസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ
ടേം ലൈഫ് ഇൻഷുറൻസിൽ ഒരു സേവിങ്സ് കമ്പോണൻ്റ് ഇല്ല. ഹോൾ ലൈഫ് ഇൻഷുറൻസിൽ ഒരു സേവിങ്സ് കമ്പോണൻ്റ് ഉണ്ട്. കാരണം അവർ ക്യാഷ് വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്യാഷ് വാല്യൂ എന്താണെന്നുള്ളത് നോക്കാം. ക്യാഷ് വാല്യൂ ഈസ് ദ പോർഷൻ ഓഫ് യുവർ പോളിസി ദാറ്റ് ഏൺസ് ഇൻട്രസ്റ്റ് ആൻഡ് മേ ബി അവൈലബിൾ ഫോർ യു ടു വിഡ്രോ ഓർ ബോറോ എഗെയിൻസ്റ്റ് ഇൻ കേസ് ഓഫ് ആൻ എമർജൻസി. ഇവിടെ ഈ പോളിസി ഹോൾ ലൈഫ് ഇൻഷുറൻസ് പോളിസിയാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും എമർജൻസി വരികയാണെങ്കിൽ ഈ എമൗണ്ട് ഓഫ് പോളിസി നമ്മൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ ഈ പോളിസി ക്യാൻസൽ ചെയ്തിട്ട് എമൗണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരു സേവിങ്സ് കമ്പോണൻ്റായിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഇസ് എൻഡോമെൻറ്റ് പോളിസീസ്. എൻഡോമെൻറ്റ് പോളിസീസ് ഹാവ് എ സേവിങ്സ് കമ്പോണൻറ്റ് ആൻഡ് ക്യാഷ് വാല്യൂ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, ഹോൾ ലൈഫ് ഇൻഷുറൻസ് പോലെ തന്നെ എൻഡോമെൻറ്റ് പോളിസിയിലും സേവിങ്സ് കമ്പോണൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ ക്യാഷ് വാല്യൂവും ഉണ്ട്. In this case, every policy will result in claim either by maturity or by death. Endowment insurance policy pays the assured sum on maturity of the policy or upon the death of the insured, whichever is earlier. ഇവിടെ പറയുന്നത് ഒന്നില്ലെങ്കിൽ അറ്റ് ദ ഡെത്ത് ഓഫ് ദി ഇൻഷേർഡിൻ്റെ ഡെത്തിൻ്റെ ടൈമിൽ, അല്ലാന്നുണ്ടെങ്കിൽ ആ പോളിസിയുടെ മെച്യൂരിറ്റി ടൈമിലായിരിക്കും ഈ പോളിസി ക്യാൻസൽ ആവുന്നത്, അല്ലെങ്കിൽ അത് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. ഇതിൽ ഏതാണോ നേരത്തെ സംഭവിക്കുന്നത് ആ ടൈമിൽ പോളിസി ക്ലെയിം ചെയ്യാവുന്നതാണ്. ദെൻ നോൺ ലൈഫ് ഇൻഷുറൻസസ്. നോൺ ലൈഫ് ഇൻഷുറൻസസിൽ ബേസിക്കലി വരുന്നത് മറൈൻ ഇൻഷുറൻസ്, ഫയർ ഇൻഷുറൻസ്, അതുപോലെ ഏവിയേഷൻ ഇൻഷുറൻസ്, പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ്, മോട്ടോർ ഇൻഷുറൻസ്, തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആൻഡ് മിസലേനിയസ് പോളിസീസ്. First one, marine insurance. It covers cargo losses or damage caused to ship, cargoes, terminals and any transport in which goods are transferred between different point of origin and their final destination. Marine insurance എന്ന് പറയുന്നത് ഗുഡ്സ് ട്രാൻസിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡാമേജസ് കവർ ചെയ്യാനാണ് മറൈൻ ഇൻഷുറൻസ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഷിപ്പിലായിക്കോട്ടെ, കാർഗോയിലായിക്കോട്ടെ, ടെർമിനൽസിലായിക്കോട്ടെ, എന്ത് വെഹിക്കിളിലാണെങ്കിലും ഗുഡ്സ് ട്രാൻസിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡാമേജിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് മറൈൻ ഇൻഷുറൻസ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ഫയർ ഇൻഷുറൻസ്. ഇറ്റ് കവേഴ്സ് ദ മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ അസറ്റ്സ് അഗെയിൻസ്റ്റ് ഫയർ ആൻഡ് അലൈഡ് പെറിൽസ്. ഇവിടെ ഫയർ ഇൻഷുറൻസ് പോളിസി യൂസ് ചെയ്യുന്നത് ഫയറിൽ നിന്നും മൂവബിൾ പ്രോപ്പർട്ടീനെ ആയാലും ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസിനെ ആയാലും സേഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫയർ ഇൻഷുറൻസ് പോളിസീസ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ഏവിയേഷൻ ഇൻഷുറൻസ്. ലോസസ് റിസൾട്ടിംഗ് ഫ്രം ഏവിയേഷൻ റിസ്ക് ഡ്യൂ ടു മെയിൻ്റനൻസ് ആൻഡ് യൂസ് ഓഫ് എയർക്രാഫ്റ്റ്, പ്രോപ്പർട്ടി ഡാമേജ്, ലോസ് ഓഫ് കാർഗോ ഓർ ഇഞ്ചുറി ടു പീപ്പിൾ. ഇവിടെ എയറിലൂടെയുള്ള ഡാമേജുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ഏവിയേഷൻ ഇൻഷുറൻസ് യൂസ് ചെയ്യുന്നത്. ഇവിടെ എയർക്രാഫ്റ്റിനുള്ള ഡാമേജിലൂടെ ആയിക്കോട്ടെ, പ്രോപ്പർട്ടിയിലുണ്ടാകുന്ന ഡാമേജ് ആയിക്കോട്ടെ, കാർഗോയിൽ ഉള്ള ഡാമേജ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ പീപ്പിളിനുണ്ടാകുന്ന ഇഞ്ചറി ആണെങ്കിലും അതിനെയൊക്കെ കവർ ചെയ്യാനാണ് ഏവിയേഷൻ ഇൻഷുറൻസ് യൂസ് ചെയ്യുന്നത്. എയർവേസിലൂടെയുള്ള ഡാമേജുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. Next one, personal accident insurance. It is an insurance against accidental injuries. It covers permanent disability, broken bones due to accident, death and overseas medical insurance. ഇവിടെ പേഴ്സണിന് പെർമനൻ്റ് ആയിട്ടുണ്ടാകുന്ന ഡിസബിലിറ്റീസ്, അതുപോലെ തന്നെ പെർമനൻറ്റ് ഡാമേജസിന്, പിന്നെ ബ്രോക്കൺ ബോൺസ്, അതായത് ബോൺസ് എന്തെങ്കിലും ബ്രേക്ക് ചെയ്താൽ അതിന്, പിന്നെ ബേൺസ് ഡ്യൂ ടു ആക്സിഡൻറ്റ്, ഫയറിലൂടെ എന്തെങ്കിലും ആക്സിഡൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ, പിന്നെ ഓവർസീസ് മെഡിക്കൽ ഇൻഷുറൻസ്, ഔട്ട്ഡോർ അതായത് എബ്രോഡ് ഉള്ള മെഡിക്കൽ ബെനിഫിറ്റ്സ് കൂടെ ലഭിക്കാൻ വേണ്ടിയാണ് പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസസ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, മോട്ടോർ ഇൻഷുറൻസ്. It covers private to commercial vehicles against damage and destruction.
മോട്ടോർ ഇൻഷുറൻസ് പറയുമ്പോൾ തന്നെ അറിയാം, മോട്ടോർ വെഹിക്കിൾസ് ഉണ്ടാകുന്ന ഡാമേജസിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോട്ടോർ ഇൻഷുറൻസ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, തേർഡ് പാർട്ടി ഇൻഷുറൻസ്. ഇറ്റ് ഈസ് ആൻ ഇൻഷുറൻസ് ഓഫ് തേർഡ് പാർട്ടി അഗെയിൻസ്റ്റ് സഫറിങ്സ് കോസ്ഡ് ടു ദം ഡ്യൂ ടു മിസ്റ്റേക്സ് ഓഫ് പേഴ്സൺ ഡ്രൈവിംഗ് ദ വെഹിക്കിൾസ്. ദിസ് ഇൻഷുറൻസ് ഇസ് കമ്പൽസറി ടു സേഫ് ഗാർഡ് ദ ഇൻട്രസ്റ്റ് ഓഫ് പീപ്പിൾ ഓൺ റോഡ്. വെഹിക്കിൾസ് ഡ്രൈവ് ചെയ്യുന്നതിലുണ്ടാകുന്ന മിസ്റ്റേക്സ് മൂലം തേർഡ് പാർട്ടിക്ക് ഉണ്ടാകുന്ന ഡാമേജസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് തേർഡ് പാർട്ടി ഇൻഷുറൻസസ് എടുക്കുന്നത്. ദെൻ മിസ്ലേനിയസ് പോളിസീസ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഇൻഷുറൻസസ് അതർ ദാൻ ദ എബവ് ഇൻഷുറൻസസ്. മുകളിൽ പറഞ്ഞിട്ടുള്ള ഇൻഷുറൻസ് പോളിസീസിലൊന്നും പെടാത്ത ടൈപ്പ് ഓഫ് ഇൻഷുറൻസസ് ആണ് മിസ്ലേനിയസ് പോളിസീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ബേസിക് ടൈപ്സ് ഓഫ് ഇൻഷുറൻസ് പോളിസീസ് ആണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്തത്. താങ്ക് യു.